മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. എന്തും പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. ശ്രീ അനിൽകുമാർ മനസ്സിലായിക്കോണം. CPM-നെതിരായ കത്ത് ചോർച്ച വിവാദത്തിൽ സത്യം എന്താണ്? പാർട്ടി നേതാക്കളുടെ ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള പരാതിയിൽ കഴമ്പുണ്ടോ? 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോക്കറ്റിൽ വേണം. മന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും പേരിൽ ഹവാല ഇടപാട് നടന്നെന്ന ആരോപണത്തിൽ സത്യം എന്താണ്? 10 കാശ് കിട്ടിയാൽ കൈക്ക് ജനങ്ങളെ സേവിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയോ? അത് ശരി, ആശാൻ പറഞ്ഞത്. ആരോട് വേണേ കാശ് ചോദിക്കാം, ഏത് കൊള്ളക്കാരോട് വേണേ മേടിക്കാം, പക്ഷെ സ്നേഹത്തോടു കൂടി ആയിരിക്കണമെന്ന് മാത്രം. ബേബിയോട് ചോദിക്കുന്നതൊക്കെ ബേബിക്ക് കത്തയച്ചിരിക്കുന്നവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ല. അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ ആരോ ഏട്ടാ. പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇത് അസംബന്ധമെന്നാണ്. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി CPM-നെയും നേതാക്കളെയും കുടുക്കാൻ വേണ്ടിയുള്ള അസംബന്ധ നാടകമാണോ ഷർഷാദിന്റെ പരാതി? ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞു ഗോവിന്ദമാഷ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞ വിഷയം. ഈ അസംബന്ധം എന്ന് പറയാൻ, പാർട്ടിനെ ടാർഗറ്റ് ചെയ്യാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനോ പാർട്ടിയായിട്ട് പൂർവ്വ വൈരാഗ്യമുള്ള ആളൊന്നുമല്ല. ഞങ്ങളൊക്കെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ പാർട്ടിയുടെ വോട്ടർമാരാണ്. മാഷിനോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അസംബന്ധം എന്ന് പറയുന്ന മുമ്പ് മകൻ്റെ അടുത്തൊന്ന് അന്വേഷിക്കണം അസംബന്ധമാണോ ഇല്ലേ എന്നുള്ളത്. കാരണം മകനും ഞാനായിട്ടുള്ള ഈ വിഷയത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും മകൻ എത്രമാത്രം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, എന്തൊക്കെ റോള് മകൻ ഉണ്ട് എന്നുള്ളത് 10-12 വർഷത്തെ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെ ഹോബി. ശ്രീ അനിൽകുമാർ, യഥാർത്ഥത്തിൽ ഈ രാജേഷ് കൃഷി ആരാണ്? പാർട്ടിയുടെ ആരാണ്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അല്ല, ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ കേട്ടോ. ആദ്യം ഒരു 14 മിനിറ്റായിട്ട് നിങ്ങളിങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ 9.5 കൊല്ലമായി അധികാരത്തിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 ഗവൺമെന്റുകൾ, അതിലെ അഭിമാനികളായ മന്ത്രിമാർ, അവരെക്കുറിച്ചെല്ലാം ഏതെങ്കിലും ഒരു വാറോല ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് വെച്ചിട്ട് ചർച്ച ചെയ്യാനിരിക്കുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളെ ഓർത്ത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള സന്തോഷമാണ് ഞാൻ പങ്കിടുന്നത്. എനിക്കൊന്ന് കക്കൂസേ പോണം, നിന്നെ കൊണ്ട് അത്രയും സാധിച്ചു. നിങ്ങളിപ്പോൾ PG സുരേഷ് കുമാർ 4 വട്ടം ചോദിച്ചല്ലോ, ഏതോ ഒരു മന്ത്രി, ഏതോ ഒരു പദ്ധതി, പിന്നെന്താ മസാല ബോണ്ടോ? ഞാൻ സുരേഷ് കുമാറിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ മസാല ബോണ്ട് മനസ്സിലായിട്ടില്ലേ? അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെ മസാല ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഷെയർ മാർക്കറ്റ് പോലെ നടക്കുന്ന ഒരു ഓഹരി കമ്പോളല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. ആരെങ്കിലും വിഡ്ഢിത്തരം എഴുന്നള്ളിച്ച് എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഉടനെ അതിൻ്റെ അറ്റത്ത് പിടിച്ച് മസാല ബോണ്ടിനെ കുഴപ്പത്തിലാക്കി. മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അല്പം വിവരം വേണം. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, ഞാൻ സുരേഷ് കുമാറിനോട് പറയുന്ന വിവരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭ്രാന്തും മുതലാളിമാരെ പ്രീണിപ്പിക്കാനുള്ള നിങ്ങളുടെ ജ്വരയുമാണ് ഈ മസാല ബോണ്ട്. അതിൽ എന്താ മസാല ബോണ്ടിൽ എന്താ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്തെങ്കിലും കിട്ടിയ ഉടനെ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി ചാമ്പാൻ നടക്കരുത്. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അങ്ങനെ ചാമ്പാൻ നടന്നതിന്റെ ഗുണമാണ് ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഞാൻ അതിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ ഒന്നാമത്തെ കാര്യം അല്ലല്ല, എന്തും പറഞ്ഞങ്ങ് പോയാൽ കേട്ടാനിരിക്കുന്ന ഒരാളല്ല ഞാൻ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ മസാല ബോണ്ടെന്ന് പറഞ്ഞത് എഴുതി കൊടുത്ത പരാതിയിൽ കാര്യമാണ്. എന്റെ അഭിപ്രായമല്ല. നമ്പർ 1. നമ്പർ 2, അല്ല, അത് താങ്കളുടെ കയ്യിരുന്നാ മതി. താങ്കളുടെ കയ്യിരുന്നാ മതി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ താങ്കളുടെ കയ്യിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായി തിരികെ എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞത്. പരാതിയിൽ എഴുതി കൊടുത്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പരാതിയിൽ കോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ വസ്തു നിങ്ങളെ പോലുള്ള ആളുകൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം, ഈ കേരളത്തോട് ജയിക്കുന്ന തെമ്മാടിത്തരം, ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടിപ്പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുക. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. എന്തും പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. ശ്രീ അനിൽകുമാർ മനസ്സിലായിക്കോണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മര്യാദക്ക് സംസാരിക്കണം.
അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദ കാണാം. എന്തും പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. എന്ത് പറ്റി ആൾക്ക് ഇപ്പൊ പഴയ പോലെ പേടില്ലാണ്ടായോ? എന്തും പറയുന്ന ഒരു ഓണറുടെ കീഴിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. 60 കൊല്ലം ഞാൻ വീണ്ടും മര്യാദയ്ക്ക് താങ്കളോട് പറയാണ്, പാർട്ടി കമ്മിറ്റികൾ സംസാരിക്കുന്ന രീതിയിൽ തരംതാണ ഭാഷ ഈ ഫ്ലോറിൽ വന്ന് പ്രയോഗിക്കരുത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഏഷ്യാനെറ്റ് ചെയ്യുന്ന പോലെ തരംതാണ പരിപാടി ഈ നാട്ടിൽ ആരും നടത്താറില്ല. അത് കാണുന്ന ജനങ്ങൾ വിളിച്ചോട്ടെ. പിന്നെ നാണക്കെടുത്തി തരംതാണെന്ന് പറഞ്ഞല്ല, വേറൊരു വാക്ക് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് ഞാൻ പറയട്ടെ, ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. താങ്കളുടെ സംസാരത്തിന് ഇടപെടേണ്ടി വന്നത് ഒരു സ്ഥാപനത്തെയും ചർച്ച നയിക്കുന്ന ആളുകളെയും മര്യാദയില്ലാതെ ഇകഴ്ത്തുന്ന രീതിയിലും മോശം പദങ്ങളും പറഞ്ഞാൽ അത് കേട്ട് വിഴുങ്ങിയിരിക്കുന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് പറഞ്ഞാണ്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. നിങ്ങൾ 14 മിനിറ്റ് ഇവിടെ വിളമ്പിയത് വിഴുങ്ങാൻ വന്ന ഒരാളല്ല ഞാൻ. എന്റെ പാർട്ടിക്ക് അത് വിഴുങ്ങേണ്ട സൗകര്യമില്ല. പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് തൊയ്യങ്ങ് വെച്ചിരുന്നു. ഞങ്ങളെ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. അല്ലല്ല, നിങ്ങൾ വിളിച്ചിട്ടാ വന്നേ. കൈവിടരുത്. സംശയം സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. നിർബന്ധിച്ചില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങളോട് വർത്താനം പറയാൻ ഞാൻ പറയട്ടെ. എന്തൊരു തൊലിക്കട്ടി, അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. എന്നാ പിന്നെ വിഴുങ്ങാനെ കേട്ടു. നിങ്ങളിവിടെ വിളമ്പിയത് എന്താണ്? നിങ്ങൾ വിളമ്പിയത് കേരളത്തിന്റെ അഭിമാനമായ മസാല ബോണ്ട് വിവാദത്തിലായി. സാർ, ഗാന്ധിയെ വരെ വെടിവെച്ച് വന്ന നാടാണ്. ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നേ? സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പൊ നിങ്ങളൊരു മാധ്യമപ്രവർത്തകർക്ക് അല്പം തലയ്ക്ക് വെളിവ് വേണ്ടേ? ഈ മസാല ബോണ്ട് എന്ന് പറഞ്ഞ പരിപാടി ഏതെങ്കിലും ഒരു രാകേഷ് കൃഷ്ണ അവിടെ പോയിരുന്ന ഉണ്ടാകുന്ന സാധനമാണോ? എന്തിന്റെ കുഞ്ഞാണോ ഇത്? നിങ്ങൾ കേരളത്തിനെതിരാണ് ഏഷ്യാനെറ്റ്. നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ചാനലായിട്ട് ഒരു മസാല ബോണ്ടെന്ന് ഒരുത്തം പറഞ്ഞു ഉടനെ അതിന്റെ അറ്റത്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കുറെ നേതാക്കന്മാരെ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ പരാതിയിൽ ഉന്നയിച്ച ഫിഷറീസ് പദ്ധതിയുടെയും മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിലും രാജേഷ് കൃഷ്ണ നുഴഞ്ഞു കയറിയെന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് ചീഫിനും സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്കും കൊടുത്ത പരാതിയിലെ കാര്യമാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾ ആ ഭാഗം മാത്രം പിടിച്ചുരുണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ വഴിക്ക് വിടുകയാണ്. ഇത്രയും വിവരമില്ലാത്തൊരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. രാജേഷ് കൃഷ്ണ CPIMനെ സംബന്ധിച്ച് ആരാണ്? രാജേഷ് കൃഷ്ണയിൽ ഊന്നിയാണ് CPIMനെതിരെ ഷർഷാദിന്റെ ആരോപണങ്ങൾ. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.